മദ്യലഹരിയിൽ കൈക്കുഞ്ഞുമായി ആനപ്പാപ്പാന്റെ അഭ്യാസം. കൊട്ടിയം സ്വദേശി അഭിലാഷാണ് സ്വന്തം കുഞ്ഞുമായി ഈ സാഹസം കാണിച്ചത്. 5 മാസം പ്രായമുള്ള കുഞ്ഞിനെ ആനയുടെ കൊമ്പിലിരുത്താൻ ശ്രമിക്കവേ കുഞ്ഞ് തറയിലേക്ക് വീഴുകയായിരുന്നു. ആനയുടെ 1-ാം പാപ്പാൻ ഉൾപ്പെടെ മദ്യലഹരിയിലാണെന്ന് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആദ്യം നമുക്ക് ആ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ആലപ്പുഴയിൽ നിന്നും ചേരുന്നുണ്ട്. സുധീഷ്, എനിക്ക് ആദ്യം തന്നെ അറിയേണ്ടത്, ആ കുഞ്ഞിന്റെ അച്ഛൻ തന്നെയാണോ അത്, ആ പാപ്പാൻ? എത്ര സാഹസത്തോടെയാണ് അല്ലെങ്കിൽ എത്ര റിസ്ക് ആയിട്ടാണ് ആ കാര്യം അദ്ദേഹം ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആന ഇതിനു മുൻപും ഒരു പാപ്പാനെ കൊന്നതിന് ശേഷം ഇദ്ദേഹത്തെ ഈ ആനയെ തളച്ചിട്ടിരിക്കുകയായിരുന്നു. ആ കൊലയാളി ആനയുടെ മുന്നിലാണ് വീണ്ടും ഈ കൈക്കുഞ്ഞുമായ ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? മാത്രമല്ല, ഈ മദ്യലഹരിയിൽ ആനയുടെ അടുത്ത് പോകുന്നതും അല്ലെങ്കിൽ ആനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ചട്ടവിരുദ്ധമല്ലേ? കാരണം 2 പാപ്പാന്മാരും മദ്യലഹരിയിലാണ്. അശ്വതി, ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആന സ്കന്ദന്റെ അടുത്താണ് ഇത്തരത്തിലുള്ള ഒരു അഭ്യാസ പ്രകടനം കാണുന്നത്. ഇത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത്. ആനയുടെ 2-ാം പാപ്പാൻ, അത് താൽക്കാലികമായിട്ട് എത്തിയ പാപ്പാനാണ് കൊട്ടിയം അഭിലാഷ്. അഭിലാഷിന്റെ 5 മാസം മാത്രം പ്രായമുള്ള കുട്ടിയും ഒന്നിച്ചാണ് ഇത്തരത്തിലുള്ള വളരെ സാഹസമായ പ്രവൃത്തികൾ ചെയ്യുന്നത്. ആ കുട്ടി താഴെ വീഴുന്നത് അടക്കം നമ്മൾ കാണുന്നതാണ്. അത് ആനയുടെ മുൻകാലിന് സമീപത്തേക്കാണ് ആ കുട്ടി വീഴുന്നത്. വളരെ അത്ഭുതകരമായാണ് കുട്ടി രക്ഷപ്പെട്ടതെന്നതും എടുത്തു പറയേണ്ടതാണ്. ഏതാനും മാസം മുമ്പ് ഈ ആനയുടെ പാപ്പാനെ ആന കുത്തിയിരുന്നു. അതിനുശേഷം ആനയെ തളയ്ക്കാനെത്തിയ മാവേലിക്കരയിൽ നിന്നെത്തിയ പാപ്പാനെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം തളച്ചിട്ടിരുന്ന ആനയുടെ അടുത്താണ് ഇത്തരത്തിൽ സാഹസികമായ രീതിയിൽ പെരുമാറുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയുന്നത്. ഈ പാപ്പാനെ കണ്ടെത്തുന്നതിനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. പാപ്പാന്റെ അച്ഛനും അമ്മയും സ്റ്റേഷനിൽ എത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ആ മതിൽക്കെട്ടിന് പുറത്തു നിന്ന് നാട്ടുകാരാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. അതിനുശേഷം ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രദർശിപ്പിക്കുകയായിരുന്നു. അതോടെയാണ് സംഭവം പുറത്താവുന്നത്. എന്തുതന്നെയായാലും വലിയ അനാസ്ഥയാണ്. 1-ാം പാപ്പാനും ഈ അഭിലാഷ് എന്ന പാപ്പാൻ, 2 പേരും മദ്യലഹരിയിലായിരുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അശ്വതി, തീർച്ചയായും സുധീഷ്, എന്തൊരു ഉത്തരവാദിത്വമില്ലായ്മയെന്ന് തോന്നിപ്പോവുകയാണ്. അത്രയും ഭയാനകമാണ് ആ ദൃശ്യങ്ങൾ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആനയുടെ കാല് പതിച്ചിട്ടുള്ള കുഞ്ഞ്, ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ ജീവൻ പോലും ഉണ്ടായിരിക്കില്ല. കാരണം ഈ ആന ഇതിനു മുൻപും ഒരു പാപ്പാനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് നിലത്ത് വീഴുന്നത് കണ്ടിട്ട് തന്നെ ഭയം തോന്നുന്നു. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. സാഹസമെന്നല്ല ഇതിനെ വിളിക്കേണ്ടത്. എന്തായാലും പോലീസ് ഇതിന് കൃത്യമായൊരു മറുപടി കൊടുക്കണം. സ്വന്തം പിതാവാണ് ഒരു കുഞ്ഞിനെ ഇത്തരത്തിൽ ആനയുടെ കൊമ്പിലിരുത്തി ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നത്. അതും സ്വയബോധത്തിലല്ല. ലഹരിയിലാണ് ഈ 2 പാപ്പാന്മാരും ഈ കൊലയാളി ആനയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും വളരെ ഗൗരവകരമായ ഒരു സാഹചര്യമാണ്. മദ്യലഹരിയിലാണ് ഈ കൈക്കുഞ്ഞുമായി ആനപ്പാപ്പാന്റെ അഭ്യാസം. കൊട്ടിയം സ്വദേശി അഭിലാഷാണ് സ്വന്തം കുഞ്ഞുമായി സാഹസം കാണിച്ചത്. ആ വാർത്തയാണ് ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് ഗോപാൽ പ്രേക്ഷകർക്കായി റിപ്പോർട്ട് ചെയ്തത്.